3D ഹോം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടിപ്സ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന 3D ഇമേജിൻ്റെ റൈറ്റ് സൈഡിൽ സൺലൈറ്റിൻ്റെ എഫക്റ്റ് കാണാം, അതായത് വിൻഡോൻ്റെ ഈ ഭാഗത്തായിട്ട്. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ഇനി ടിപ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ലിവിങ് റൂമിൻ്റെ 3D ഫയൽ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കാണാം. ഓക്കെ, ഈ ഫയലിൻ്റെ 3D ഇമേജാണ് ഞാൻ ഇതിനു മുമ്പ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ സൺ എഫക്റ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള 2 ലൈറ്റാണ് വേണ്ടത്. രണ്ട് ലൈറ്റ്, രണ്ടും പ്ലെയിൻ ലൈറ്റാണ്. അതായത് ഒന്ന് വിൻഡോൻ്റെ പുറത്തെ സൈഡിലും ഒന്ന് വിൻഡോൻ്റെ ഉൾസൈഡിലും സെറ്റ് ചെയ്യുക. അപ്പോൾ 2 സൈഡിലും ഒന്ന് കാണാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ കർട്ടൻ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ 2 പ്ലെയിൻ ലൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിൻ ലൈറ്റിൻ്റെ സെറ്റിങ്സും കൂടി ഒന്ന് ഞാൻ വേഗം പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ സെറ്റിങ്സ് സെയിം ആണ്, പക്ഷേ മൾട്ടിപ്ലയറിൽ മാത്രം അതിൻ്റെ വാല്യൂ മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഉള്ളിലത്താണെങ്കിൽ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി മൾട്ടിപ്ലയർ, പുറത്താണെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം. സെറ്റിങ്സിൽ ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഏത് പ്ലെയിൻ ലൈറ്റാണോ നിങ്ങൾ സെലക്ട് ചെയ്യണത് അതിൻ്റെ സെറ്റിങ്സ് ഇവിടെ സിസ്റ്റത്തിൻ്റെ റൈറ്റ് സൈഡിൽ ആയിട്ട് സ്ക്രീനിൽ തെളിയുന്നതായി കാണാം. ഓക്കെ, ഒഴിവേറെ പ്ലെയിൻ ലൈറ്റിൻ്റെ ആദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ജനറൽ ഓണാണോ നോക്കുക. അതേപോലെ മൾട്ടിപ്ലയർ ഇവിടെ ഞാൻ 10 ആണ് കൊടുത്തത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങൾ വേറെ വിഷ്വൽ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഈ റൈറ്റ് സൈഡ് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മൾട്ടിപ്ലയർ ചേഞ്ച് ചെയ്യാം. ഇവിടെ ഞാൻ 10 ആണ് കൊടുത്തത്. അത് എൻ്റെ റെൻഡർ സെറ്റപ്പിനനുസരിച്ചാണ് ഞാൻ 10 കൊടുത്തത്. നിങ്ങളുടെ റെൻഡർ സെറ്റപ്പിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തുക. ഓക്കെ, പിന്നെ കളർ ഇവിടെ വൈറ്റാണ് കൊടുത്തത്, വൈറ്റ് കൊടുത്താൽ മതി. അതേപോലെ ഓപ്ഷനിൽ പോവാം. ഓപ്ഷനിൽ കാസ്റ്റ് ഷാഡോ, ഇൻവിസിബിൾ, എഫക്റ്റ് ഡിഫ്യൂസ്, എഫക്റ്റ് സ്പെക്കുലർ, എഫക്റ്റ് അറ്റ്മോസ്ഫിയർ, ഈ പറഞ്ഞ സാധനങ്ങൾ ഫുള്ള് ടിക്ക് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളത് ടിക്ക് ചെയ്യേണ്ട. ഡബിൾ സൈഡും എഫക്റ്റ് റിഫ്ലക്ഷനും അത് ഞാൻ ടിക്ക് ചെയ്തിട്ടില്ല. അതിന് ശേഷം നമ്മൾ വീണ്ടും സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി പുറത്ത് കൊടുത്ത പ്ലെയിൻ ലൈറ്റിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, പക്ഷേ മൾട്ടിപ്ലയർ മാത്രം ഒന്ന് കൂട്ടി കൊടുക്കുക. ഞാനിവിടെ 40 ആണ് കൊടുത്തത്. നിങ്ങളെ റെൻഡർ സെറ്റപ്പിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. ഓക്കെ, അത് നല്ലോണം കൂട്ടി കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എഫക്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അപ്പോൾ വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാം, ഒരു പച്ചപ്പ് വരെ. അത് നിങ്ങൾ സെറ്റ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതേപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ ആദ്യം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന്
നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഐഡിയ കിട്ടും. അപ്പോൾ വിൻഡോൻ്റെ ഏകദേശം അത് പുറത്തേക്ക് പോവാം. വിൻഡോൻ്റെ ഏകദേശം ഈ ഭാഗമായിട്ട് വരും. അപ്പോൾ വിൻഡോ ഭാഗം മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ സൈസ് ക്രമീകരിക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ 3 ടൂൾസാണ് ഞാൻ ഉപയോഗിക്കാറ്. ഒന്ന് പ്ലെയിൻ ടൂളും ബോക്സ് ടൂള് പിന്നെ റെക്റ്റാങ്കിൾ. ഈ 3 ടൂൾസിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതൊരു കർവ് രൂപത്തിലാണ് ഞാൻ ഇവിടെ കൊടുത്തത്. അതെങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോസിൽ പറയാം. അപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തത് ഹൈഡാക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് ഒരു ബോക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബോക്സ് ഇവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് വിൻഡോ കവർ ചെയ്യുന്ന രൂപത്തിൽ അതിൻ്റെ സൈസ് ക്രമീകരിക്കണം. ഓക്കെ, ജസ്റ്റ് തിക്നെസ് കൂട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ കീബോർഡിൽ എം എന്ന അക്ഷരം സെലക്ട് ചെയ്യുക. അപ്പോൾ മെറ്റീരിയൽ എഡിറ്റർ എന്ന ബോക്സ് സ്ക്രീനിൽ വരുന്നതായി കാണാം. അതിൽ നിന്ന് ഒരുപാട് ബോക്സ് കാണാം. അതിൽ ഒരു ബോക്സ് സെലക്ട് ചെയ്തിട്ട് വിയറ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വിയറ ലൈറ്റ് മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ വിയറ ലൈറ്റ് മെറ്റീരിയൽ കൂടി ആഡ് ചെയ്യണം. അതിന് ശേഷമേ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, എന്നാൽ മാത്രമേ ആ എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ നാച്ചുറലായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വിയറ ലൈറ്റ് മെറ്റീരിയൽ എടുത്തു. അത് നമുക്ക് ഈ ബോക്സിൽ ആഡ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അസൈൻ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അസൈൻ മെറ്റീരിയലിൻ്റെ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് റീനെയിം കൊടുക്കുക. റീനെയിം ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഷോർട്ടാണ് കൊടുത്തത്. റീനെയിം നൽകുന്നത് നന്നായിരിക്കും. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ബോക്സുകൾ ഇവിടെ കാണുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു ഇതിൽ എഡിറ്റ് വരുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് നെയിം കൊടുക്കുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ലൈറ്റ് ഹാർഡായിട്ട് കാണാം. അതിന് ശേഷമാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഈ ലൈറ്റ് മെറ്റീരിയലിൻ്റെ വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1.5 കൊടുക്കുന്നു. എന്നിട്ട് നോൺ മാപ്പ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബിറ്റ് മാപ്പ് ഓപ്പൺ ആക്കുക. എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അത് ഞാനിവിടെ ഓൾറെഡി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കാം. എന്നിട്ട് ഞാൻ സെറ്റ് ചെയ്തത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ്. എന്നിട്ട് അതിനുശേഷം ഇവിടെ മെറ്റീരിയൽ എഡിറ്ററിൻ്റെ ആ ബോക്സിലേക്ക് നോക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഇമേജ് ഇവിടെ ഒരു കാണാത്ത രീതിയിൽ കാണാം. അത് എങ്ങനെ ആ ഇമേജ് കാണുന്ന കോലത്തിലാക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിയിലേക്ക് നോക്കുക. കോർഡിനേറ്റ്സ് എന്ന ഒരു ടൈറ്റിൽ കാണാം. അതിൻ്റെ അടിയിൽ യൂസ് റിയൽ വേൾഡ് സ്കെയിൽ എന്ന് കാണാം. അത് ടിക്ക് ഇട്ടതായിരിക്കും. അത് ടിക്ക് ഓഫ് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിലേക്ക് ആ ബോക്സിലേക്ക് നോക്കിയാൽ നമ്മളെ ഇമേജ് തെളിഞ്ഞതായി കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. 2-3 പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടിപ്സ്
ഞാൻ ചെയ്ത രീതിയിൽ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് റെൻഡറിങ് നോക്കാം.